സലാം സാറേ, ആ. ഞാൻ കോസ്മെറ്റിക്സിന്റെ ബ്രാൻഡ് ഉം, തുടങ്ങാറുണ്ടായിരുന്നില്ലേ. ഉം, അപ്പൊ അതിനൊരു പേര് കണ്ടുപിടിച്ചോണു. ഉം, അപ്പൊ ആ പേര് വേറെ ഏതെങ്കിലും ബ്രാൻഡുകൾ യൂസ് ചെയ്തിക്കണോന്ന് അറിയാൻ എന്തെങ്കിലും വഴിയുണ്ടോ? ഉം. അതിന് നമ്മൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ ഗവൺമെന്റ് തന്നെ അതിനൊരു സൈറ്റ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ IPIndia.gov.in എന്ന് ഗൂഗിൾ ജസ്റ്റ് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ കുറേ സൈറ്റുകൾ വേറെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ അത് നോക്കണം. അപ്പോൾ സൈറ്റ് കറക്റ്റ് ഇത് തന്നെയാണ്, ശ്രദ്ധിക്കണം. ഇന്ത്യൻ ഗവൺമെന്റ് സൈറ്റാണ് IP India. അപ്പോൾ ഇതിൽ തന്നെ കാണാൻ ട്രേഡ് മാർക്ക് സെർച്ച് എന്ന് പറഞ്ഞ ഓപ്ഷൻ കാണാൻ പറ്റും. അത് ജസ്റ്റ് എന്ത് ചെയ്യുക, ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇതേ രൂപത്തിൽ വരുന്നുണ്ടാവും. അപ്പോൾ ഇതിൽ നമുക്ക് എന്ത് ചെയ്യുക, നമ്മുടെ വേർഡ് മാർക്ക് എന്ന് പറഞ്ഞാൽ നമ്മുടെ നെയിം, നമ്മുടെ ബ്രാൻഡിൻ്റെ നെയിം കൂടെ അടിച്ചു കൊടുക്കുക. അതുപോലെ ക്ലാസ്, ഏത് ക്ലാസ് ആണ് നിങ്ങളുടെ പ്രൊഡക്റ്റ് എങ്കിൽ ആ ക്ലാസിൻ്റെ നമ്പറും കൂടെ അടിച്ചു നോക്കണം. ഇതിൽ ഒരു ക്യാപ്ഷയും കൂടെ കാണാൻ പറ്റും. ക്ലാസ് ഏതാ തിരിച്ചറിയണമെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഗൂഗിളിൽ കോസ്മെറ്റിക്സ് അല്ലേ, അപ്പോൾ ജസ്റ്റ് വിച്ച് ക്ലാസ് ഈസ് കോസ്മെറ്റിക് പ്രോഡക്ട്സ് എന്ന് അടിച്ചു കഴിഞ്ഞാൽ അപ്പോൾ തന്നെ ഗൂഗിൾ കാണിച്ചു തരും ഏതാ ക്ലാസ് എന്ന്. അപ്പോൾ കോസ്മെറ്റിക്കിൻ്റെ ഓർമ്മയിൽ 3 എങ്ങാനുമാണ്. നീ പറഞ്ഞ ബ്രാൻഡ് എന്ന് പറഞ്ഞ ബ്രാൻഡ് നെയിം എന്തായിരുന്നു? ബ്ലഷ് എന്ന് ഇവിടെ കൊടുത്തു, ക്ലാസ് 3 എന്ന് കൊടുത്തു. അതുപോലെ തന്നെ ക്യാപ്ച 76 70 25. അപ്പോൾ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും ഇന്ത്യയിൽ ഓൾറെഡി ഇപ്പോൾ ഈ പറഞ്ഞ ബ്രാൻഡ് ഓൾറെഡി ഉണ്ട് കേട്ടോ. ബ്ലഷി ബി കോസ്മെറ്റിക്സ് എന്ന് പറഞ്ഞൊരു ബ്രാൻഡ് ഉണ്ട് ഓൾറെഡി. ഇപ്പോൾ ബ്ലഷി ബി എന്ന് ഉണ്ട്, പക്ഷെ എന്നാലും ആ നെയിം ഇഷ്യൂ വരാൻ സാധ്യത ഉണ്ട്. അപ്പോൾ ഇതിൽ നമുക്ക് നോക്കിയിട്ട് കറക്റ്റ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മൾ ഉദ്ദേശിക്കുന്ന ബ്രാൻഡ് നെയിമിൽ വേറെ ഏതെങ്കിലും കമ്പനി ഇന്ത്യയിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് അറിയാൻ പറ്റും. അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യുക, വെറുതെ ഒരു ഇഷ്യൂവിന് നിൽക്കണ്ടല്ലോ, നമുക്ക് ആദ്യം തന്നെ മാറ്റിയിട്ട് എന്ത് ചെയ്യുക, ആരും ഉപയോഗിക്കാത്ത നല്ലൊരു നെയിം നോക്കി സെലക്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതുപോലെ ഇൻഫർമേറ്റീവായ വീഡിയോകൾക്ക് നമ്മൾ ഫോളോ ചെയ്ത് കൂടെ കൂടിക്കോളും.